സെക്കൻഡ് ഡേ ആയി ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും. ഞങ്ങൾ നേരെ മൈസൂർ സൂ, പാർക്ക് അങ്ങനെ എല്ലായിടത്തും പോവാണ് ഗൈസ്. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു വില്ലയിലായിരുന്നു കേട്ടോ. ആ വില്ലയിൽ നിന്ന് മോർണിംഗ് ഉള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാണ് കേട്ടോ ഗൈസ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും. ഇനി നേരെ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ റെഡിയായി ദേ വന്നിരിക്കുകയാണ്. എങ്ങോട്ടാണ്? മൈസൂർ സൂ ആണ് ഫസ്റ്റ് ടാർജറ്റ്. അതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞാൽ മൈസൂർ സൂ. മൈസൂരിലെ വഴികൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിറയെ മരങ്ങളും നിറയെ പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളും അതൊക്കെ നമുക്ക് മൈസൂരിൽ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. മൈലാരി ദോശ കഴിക്കാൻ വന്നേക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ വലിയൊരു ഷോപ്പുണ്ട്, പക്ഷെ അത് ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ക്യൂ ഒന്നുമില്ല. ഞാൻ ക്യൂ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് നമ്മുടെ സാധാരണ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കണം കേസ്. മൈസൂർ വന്ന ഒരു വട്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ മൈലാരി ദോശ. അപ്പോൾ മുകളിൽ കാണുന്നത് ബട്ടറായിരുന്നു. ആ ബട്ടറും ചട്നിയും പിന്നെ ഉള്ളിലൊരു ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു രണ്ടെണ്ണെങ്കിലും ഞങ്ങളൊക്കെ തിന്നിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ദോശ കഴിച്ചു, അത് കഴിഞ്ഞ് ചായ കുടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി സൂയ്ക്ക് പോവാണ് ഗൈസ്. അത് ഗൈസ് ഞങ്ങൾ മൈലാരി ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഒരു ഇല്ല എരിവൊന്നുമില്ല. പക്ഷെ അതിലൊരു ഗ്രീൻ ചട്നി പോലത്തെ ഉണ്ട്, അത് നല്ലതായിരുന്നു. പിന്നെ തക്കാളി ചട്നി അതെ, സോറി തേങ്ങാ ചട്നി അതെ, അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കോഫി കുടിച്ചു. ആ കടയിൽ കോഫി ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ അപ്പുറത്തൊരു കടയിൽ സാധാരണ കടയിൽ നിന്ന് കോഫി കുടിച്ചു. അഫോർഡബിൾ ആയിരുന്നു. കുറേ പേര് ചായ കുടിച്ചു. അങ്ങനെ ആ സ്ഥലങ്ങളിലൊന്നും പാർക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ദൂരെയുള്ള സ്ഥലത്ത് വന്നാണ് പാർക്ക് ചെയ്തത്. അതാണ് ഈ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൂ പ്ലാൻ മാറ്റി ഞങ്ങൾ ആദ്യം തന്നെ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്കാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് തുടങ്ങാമെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ സെൻറ്റ് ഫിലോമിന ചർച്ചിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും, നല്ല വീഡിയോസൊക്കെ കിട്ടും. പിന്നെ നല്ല അടിപൊളി പള്ളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് മൈസൂരിലെ ഏറ്റവും പ്രശസ്തമായ പള്ളിയാണ് കേട്ടോ സെൻറ്റ് ഫിലോമിന ചർച്ച്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിലൊന്നാണ് ഈ ഒരു സെൻറ്റ് ഫിലോമിന ചർച്ച്. ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. 1936 നിർമ്മാണം പൂർത്തിയായിട്ട് ജർമ്മനിയിലെ കോളൻ കത്തീഡ്രൽ മാതൃകയായിട്ട് രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു ദേവാലയം. 1892 സ്ഥാപിച്ച മൈസൂർ സൂലോട്ടാണ് നമ്മൾ അടുത്തത് വന്നത്. ഇവിടുത്തെ ഒരു 150 ഏക്കറോളം നമുക്ക് നടന്ന് കാണാനുണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് ബഗ്ഗും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പിന്നെ 8:30 ആരംഭിച്ച് 5:30 ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങൾ അവധിയായിരിക്കും. അതുപോലെ തന്നെ പാർക്കിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻട്രൻസ് ടിക്കറ്റ് 150 രൂപയായിരുന്നു ഗൈസ്. അപ്പോൾ 150 രൂപ കൊടുത്ത് ഞങ്ങൾ എൻട്രൻസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അടിപൊളി വ്യൂ കാണാൻ പറ്റും ഗൈസ് കയറി വരുമ്പോൾ. ഇതാണ് ഗൈസ് ഈ എൻട്രൻസ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. പേര് ചെല്ലുമന് സൂ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് മൃഗങ്ങളുടെ ലൗത്തേക്ക് പോണ പോലെ തോന്നും. ഗേറ്റിലൂടെ നടന്ന് വരുമ്പോൾ തന്നെ മരങ്ങളും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ചെറിയൊരു കാടിൻ്റെ ഫീലായിരിക്കും നമുക്ക് കിട്ടുക. അവിടെ എത്തുമ്പോൾ തന്നെ കുറേ ആനകളെ കാണാം. ആനകൾ ഇങ്ങനെ വെള്ളം കുടിക്കണതും ശാന്തമായി നടക്കുന്നതും അവർ കളിക്കണതൊക്കെ നല്ലൊരു രസമായിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും. പിന്നെ കടുവയുടെ സ്ഥലത്തെത്തുമ്പോൾ നമ്മളൊരു എന്താ പറയുക രാജകീയ പ്രൗഢിയായിരിക്കും നമുക്ക് തോന്നുന്നത്. പിന്നെ ജിറാഫുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജിറാഫുകളാണ് കേട്ടോ. അറ്റങ്ങളിങ്ങനെ സ്റ്റൈലായിട്ട് നടക്കണത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ പക്ഷികൾ, മയിലുകൾ, തത്ത, അങ്ങനെ കുറേ വെറൈറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഇങ്ങനെ വാതിറക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ. അതേപോലെ തന്നെ നമ്മളവിടെ കുറേ നേരം നടന്ന് ആനേനെയൊക്കെ കണ്ടു. അതുപോലെ കുറേ മാൻകുട്ടികളെ കണ്ടു. പിന്നെ നമ്മൾ നേരെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ട് അപ്പോൾ അവിടെ ഒരു ലേക്കും അവിടെ ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ബോട്ടിങ്ങൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ ക്രോക്കഡൈൽ, അതുപോലെ തന്നെ ഈ ഒരു പക്ഷികൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫീലായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിറാഫും ഈ ഒരു പക്ഷികളെ ആയിരുന്നു കേട്ടോ. എന്ത് രസമായിട്ട് അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്കത് മനസ്സിലാവാത്തത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇത്രയും നേരം കിലോമീറ്റർ നടന്ന ടയേർഡായിട്ട് നമ്മളൊരു കരിക്കും ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാനുണ്ടായത്. ഇത് പാലസ് ആയിരുന്നു കേട്ടോ. മൈസൂർ പാലസ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ രാജധാനികളിൽ ഒന്നാണ്. ഇത് വെറും ഒരു കൊട്ടാരം മാത്രമല്ല, രാജകീയ ജീവിതത്തിൻ്റെ ഗ്രാൻഡ്യൂർ നേരിൽ അനുഭവിക്കാനുള്ള ഒരു ലോകമാണ്. കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പവും ആർക്കിടെക്ചറും ആളുകളെ വിസ്മയിപ്പിക്കും. ഇന്തോ സാസനിക് ശൈലിയിൽ നിർമ്മിച്ച ഈ പാലസ് ഹിന്ദു, മുസ്ലിം, രജപുത്, ഗോതിക് ശൈലികളുടെ മിക്സ് കാണാം. ചുവന്ന കുംഭങ്ങളും വലിയ കവാടങ്ങളും സ്വർണ്ണാലങ്കാരങ്ങളും എല്ലാം കൂടി ഒരു സിനിമാ സെറ്റിൻ്റെ ഫീൽ നൽകും. അകത്ത് കടന്നാൽ രാജാക്കന്മാർ ജീവിച്ചിരുന്ന പഴയ കാലത്തെ പോലെ തോന്നും. വലിയ ചാൻഡിയർ ലൈറ്റ്, കൊത്തുപണികളുള്ള മേൽക്കൂരകൾ, നിറമുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ്,
സ്വർണ്ണ സിംഹാസനം ഓരോ ഭാഗവും റോയൽ ഫീൽ നൽകുന്നു. ദർബാർ ഹാളാണ് പാലസിലെ ഏറ്റവും ഐക്കോണിക് ഭാഗങ്ങളിലൊന്ന്. നീലയും സ്വർണ്ണ നിറവും ചേർന്ന പില്ലേഴ്സ്, ആർട്ടിസ്റ്റിക് സീലിംഗ് ഡിസൈൻസ് എന്നിവ കണ്ടാൽ ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റില്ല. രാജാവിൻ്റെ ഗോൾഡൻ ത്രോൺ ദസറ സമയത്ത് പ്രത്യേക ആകർഷണമാണ്. രാത്രിയിൽ പാലസ് മുഴുവൻ ആയിരക്കണക്കിന് ലൈറ്റുകൾ കൊണ്ട് പ്രകാശിക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഒരു വേറെ ലെവലാണ്. ആ സമയത്ത് പാലസ് നോക്കുമ്പോൾ ഫെയറി ടെയിൽ കാസ് പോലെ തോന്നും. അടുത്തത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കായിരുന്നു. അപ്പോൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് എപ്പോഴും ഒരു ഈവനിങ് ടൈം നിങ്ങൾ എത്താൻ നോക്കുക. സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് അവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച. ഒരു 100 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അതുപോലെ തന്നെ അവിടെ പാർക്കിങ്ങിന് വേറെ നമ്മൾ 100 രൂപ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ട് 2-3 വട്ടം ഞങ്ങൾ പാർക്കിംഗ് ഫീ പോലെ ഗേറ്റിൻ്റെ അവിടെ പൈസ അടച്ചു. അങ്ങനെ പൈസ അടച്ചു കിട്ടാം. അപ്പോൾ 300 രൂപയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് കൊടുക്കണം എന്നർത്ഥം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. കാരണം ഇത് നടക്കാൻ ഒരുപാടുണ്ട്. നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മ്യൂസിക് വെച്ചിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, അതുപോലെ തന്നെ ഈ വാട്ടർ ഫൗണ്ടെയിൻസ് നിറയുള്ളതുകൊണ്ട് തന്നെ ഈ മ്യൂസിക്കിനനുസരിച്ച് ഇതിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. നല്ല വെറൈറ്റി ഡാൻസൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഗാർഡൻ സെറ്റപ്പ്, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനുള്ള ഒരു പ്ലേസ്, ഇതൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് കണ്ണിന് നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ പോലെയാണ് അവരത് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത് തന്നെ. അപ്പോൾ ആ ഡാമും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നൈറ്റ് ടൈം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനും പറ്റിയ നല്ലൊരു പ്ലേസാണ് വൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല നിങ്ങളെപ്പോഴും നേരത്തെ എത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാത്രി ആയാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8:30-ക്കുള്ളിൽ അവരത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ടൈമിങ്ങിന് വരാൻ ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ വെച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ വിചാരിച്ചു. കാരണം അത്രയ്ക്കും ടയർഡായിരുന്നു ഇനി വ്ളോഗ് എടുക്കാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ നമ്മൾ മോമോസ്, ലാമ്പ്, പോർക്ക്, അതുപോലെ തന്നെ റൈസ്, പ്രോൺസ്, രാമൻ എല്ലാം ഓർഡർ ചെയ്ത് നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു ഗൈസ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് നെയിം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.